ഫോൺ വിളിച്ചതിനെ തുടർന്നുള്ള തർക്കം സംഘർഷത്തിൽ കലാശിച്ചു. കണ്ണനല്ലൂർ മീയന്നൂർ ഭഗവാൻ മുക്കിലാണ് സംഭവം. ഇവനൊക്കെ തോന്നുന്ന കാണുന്നത് കിട്ടുന്നതിന് ഒന്നും പറഞ്ഞില്ല. നമ്മുടെ അത് കൊണ്ടുകൊള്ളാം കാര്യങ്ങളുണ്ട്. ഇത് ഞാനും അതുപോലെ ഉണ്ടോണ്ണാ ഇവരൊക്കെ പുറത്ത് ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ടോ വല്ല കാര്യം. ഞാനിതൊക്കെ ഒഴിഞ്ഞൊഴിഞ്ഞ് മാറിയത് ഉമ്മ ഭയങ്കര യുവമാര് വല്ല കാര്യമാണ് യുവമാര് എന്നെ ഫോൺ ചെയ്യണം.
കടന്നെടുമ്പന് എന്നെ ഇവിടെ കൊണ്ടുവന്നതാണ്. എന്തിനാ ഞാൻ താഴെ പാത്രം തേച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അന്നേരം മുനീർക്ക ഓടിക്കൊണ്ട് പോകുന്നത് ഞാൻ കാണുന്നത്. എന്നിട്ട് ഞാൻ എൻ്റെ ചെരുപ്പ് നിന്നുകൊണ്ട് ഞാൻ വഴക്ക് കേട്ടുകൊണ്ട് ഞാനും ഓടി. അങ്ങനെ ഓടിച്ചെന്നപ്പോൾ ഇവരൊത്തിരി ഗുണ്ടകളാണ്. 6 പേരുണ്ടായിരുന്നവർ. 6 പേരും കൂടിയാണ് ഇത്രയും സാധനങ്ങൾ അടിച്ചു പൊട്ടിച്ച്. ഞാൻ ചെന്ന എന്തോ ആണെൻ്റെ പേരെനിക്കറിയത്തില്ല, ഒരു പട്ടാളക്കാരനാണ്. അയാളെ പിടിച്ച് മാറ്റി വീണ്ടും തിരിച്ച് ഞാൻ അങ്ങോട്ട് ഓടിച്ചപ്പോൾ വീണ്ടും തിരിച്ചു വന്നാണ് ഇവർ അത്രയും കസേരകൾ ഒരു പാവപ്പെട്ടവൻ്റെ കട അടിച്ച് തകർത്തത്. അവരെ സെൻട്രൽ ജയിലിൽ കയറ്റണം. അതാണ് സമൂഹത്തിന്, ഒരു സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളല്ല ഇത്. അവർ ഗുണ്ടാ സംഘത്തിന് കഞ്ചാവ് മയക്കുമരുന്ന് അടിച്ചുകൊണ്ടാണ് അവരിവിടെ വിളയാടിയത്. ഇന്നലെ എൻ്റെ കൈ അടിച്ച് തെറിപ്പിച്ച് ഇത്രയും സാധനങ്ങൾ. എനിക്കും ആൾക്കാരുണ്ട്. കഴിഞ്ഞ ദിവസം 4 മണിയോടെ പ്രദേശവാസികൾ തമ്മിൽ ഫോൺ വിളിയിൽ സംഘർഷമുണ്ടായത്. ഭഗവാൻ മുക്കിൽ പ്രവർത്തിക്കുന്ന മുനീറിന്റെ പ്രവാസി ഹോട്ടലിലാണ് സംഘർഷം നടന്നത്. പ്രദേശവാസിയായ പ്രമോദ് ഹോട്ടലിൽ ചായ കുടിക്കുന്നതിനിടെ പ്രതികളിൽ ഒരാൾ പ്രമോദിനെ ഫോൺ ചെയ്യുകയും മദ്യപിച്ചെത്തിയ 4-അംഗ സംഘം കടയിലെത്തിയ പ്രമോദിനെയും സുഹൃത്തായ രാഹുലിനെയും ആക്രമിച്ചതെന്ന് നാട്ടുകാർ. സംഘർഷം നടക്കുന്നത് കണ്ട് പിടിച്ചുമാറ്റാൻ വന്ന സമീപത്തെ കടയുടമ ലിജിനെയും ആക്രമിച്ചതായും പ്രദേശവാസികൾ പറയുന്നു. ഇളവൂർ പ്രമോദ് നിവാസിൽ പ്രമോദ്, ഇളവൂർ ചരിവിള പുത്തൻ വീട്ടിൽ രാഹുൽ എന്നിവർ അസീസിയ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. സമീപത്ത് കട നടത്തുന്ന ലിജിൻ, ഹോട്ടലിലെ ജീവനക്കാരിയായ രമണി എന്നിവർക്ക് നിസ്സാര പരിക്കുകളേറ്റു. കടയിൽ 50,000 രൂപയോളം നഷ്ടമുണ്ടായതായി കടയുടമ പറയുന്നു. ഇളവൂർ കമലാ സദനത്തിൽ രാഹുൽ, ഇളവൂർ ഷിബു ഭവനത്തിൽ ഷിജു, ഇളവൂർ സൂര്യകിരണിൽ സൂരജ്, കണ്ടാലറിയാവുന്ന ഒരാളായ സുൽത്താൻ എന്നിവർക്കെതിരെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കണ്ണനല്ലൂർ പോലീസ് കേസെടുത്തു. ന്യൂസ് കേരളം 24-ന് വേണ്ടി ചാരു. സംഭവം എന്ന് പറഞ്ഞാൽ ഇന്നലെ വൈകിട്ട് 4 മണിയായപ്പം ഇതായിരുന്നു എല്ലാ സമയത്തും ഇവിടെ ചായ ഒഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. നല്ല രീതിയിൽ പോകുന്നൊരു കടയാണത്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഇന്നലെ ഒരു 4 മണിയായപ്പം പ്രദേശത്ത് ഇവിടെ ഉള്ള നമ്മളെ 2 സുഹൃത്തുക്കൾ അവർ വന്ന് ഇവിടെ നിന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ചായ കുടിച്ച് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്ന സമയത്ത് ഈ പ്രദേശത്തുള്ള ഒരു 3 യുവാക്കൾ അവർ നല്ല രീതിയിൽ മദ്യപിച്ച് ഒരു വരക്കം വന്നിട്ട് ഫോണിൽ കൂടെ ചീത്ത വിളിക്കുകയെന്ന് ചോദിച്ചിട്ട് ഈ ഇവിടെ നിന്ന് ചായ കുടിച്ചുകൊണ്ടിരുന്ന 2 പേരുമായിട്ട് സംസാരിച്ച് ആദ്യം സംസാരമായി, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചുകളായി. എന്നിട്ട് അത് കഴിഞ്ഞ് കുറച്ച് വീണ്ടും പോയി ഇവിടെ നിന്ന് ആൾക്കാരൊക്കെ പിടിച്ച് മാറ്റി വെച്ചിട്ട് പിന്നെ ഇവർ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് പോയിട്ട് പിന്നെ വന്ന് കൈ കിട്ടിയ വടികളും അവരെ കയ്യിലുണ്ടായിരുന്ന കമ്പികളും അതുമൊക്കെ വെച്ചിട്ട് 2 പേരെ കൊടുത്ത് നല്ല രീതിയിൽ മർദ്ദിക്കുമായിരുന്നു വിളിട്ട്. അപ്പം പിടിച്ച് മാറ്റാൻ ചെന്നവരെയൊക്കെ അടിച്ചു. ഇവിടെ ഒരു സ്ഥാപനത്തിലൊരു ലേഡി സ്റ്റാഫ് ഉണ്ടായിരുന്നു. സ്റ്റാഫിൻ്റെ കയ്യിലടിയുണ്ട്. പിന്നെ കടയിലെ സാധനങ്ങൾ മൊത്തം അടിച്ച് തകർത്ത്. അത് വീഡിയോ നല്ല രീതിയിൽ വീഡിയോയിലുണ്ട്. ഒരു കസേരകളും ഇവിടെ ഉണ്ടായിരുന്നു. എന്തൊക്കെ അവരെ കൈ കിട്ടിയോ അതെല്ലാം എടുത്ത് ഇവരെ അടിക്കുകയാണ്. അവരങ്ങനെ ഇന്നലെ തന്നെ അന്നേരം ഇവിടെ നിന്ന് ഞാൻ തൊട്ടപ്പുറത്ത് കട നടത്തുന്ന ഒരാളാണ്. നമ്മളത് കണ്ട ഉടനെ ഓടി വന്ന് അവരെ എടുത്ത് ആശുപത്രിയിലൊക്കെ കൊണ്ടു. അപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലൊക്കെ അന്നേരം തന്നെ വിളിച്ചു. പോലീസ് അപ്പോഴത്തേന് വന്നപ്പോഴത്തേന് അത് കഴിഞ്ഞ് പിന്നെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയാണ് അന്നേരം ചെയ്തത്. നല്ല രീതിയിൽ പരിക്ക് തലയിലും തലയുടെ പുറകിലും തലയ്ക്ക് മേൽഭാഗത്തും ഒക്കെ നല്ല രീതിയിലുള്ള മുറിവുകളും ഉണ്ടായിരുന്നു. അവരങ്ങനെ 2 പേരെയും ഇവിടെ മീണൂർ അസീസിയ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുകയാണ്. ഇന്നലെ അഡ്മിറ്റായിരുന്നു. അത് ഡിസ്ചാർജ് ആയിട്ടില്ല ഇതുവരെ. നല്ല പരിക്കൊണ്ട് അങ്ങനെ സ്കാനൊക്കെ ചെയ്ത് അവരെ അഡ്മിറ്റ് ആക്കിയിരിക്കുകയാണ് അവിടെ. അപ്പോൾ ഇവിടെ പ്രദേശവസ്തു ഇന്ന് വരെ മുമ്പ് ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നല്ലാതെ ഇപ്പോൾ ഈ അടുത്ത സമയങ്ങളിൽ ഇവിടെ ഒരു പ്രശ്നമില്ലാതെ നല്ല രീതിയിൽ ശാന്തമായി പോകുന്ന ഒരു പ്രദേശമായിരുന്നു. ഇപ്പോൾ ഇത് മനഃപൂർവ്വം ഇവിടെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് അവർ 2 ദിവസം കൊണ്ടേ പ്ലാൻ ചെയ്ത് വന്നിട്ട് ഇവരെ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത്. കടയിൽ ഭയങ്കരമായിട്ടുള്ള നാശനഷ്ടമാണ് ഉണ്ടായിരുന്നത്. 4 മണിക്ക് ശേഷമാണ് നമ്മൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇപ്പോൾ ഇരുന്ന് ചായ കുടിക്കുന്ന സമയത്ത് അവിടെ 3-4 പേര് വരുമ്പോൾ എന്തോ ചോദിക്കുന്നു, അടിയടക്കും. അത് വിഷയത്തിനകത്തുണ്ട്.